പേരുട്ട് ക്ഷീരോദ രസോദ സുരോദ കൃതോദ മണ്ടോദ ശുദ്ധോദ അങ്ങനെ സപ്തജലതി 7 സമുദ്രം ഉണ്ടായി എന്ന് പറഞ്ഞു. ഒന്ന് ചാരസമുദ്രം, കരിമ്പുന്നീര്, പിന്നെ ഉപ്പ് സമുദ്രം, നെയ്യ്, കറിയ ഒക്കെ പറഞ്ഞ സമുദ്രങ്ങളായി. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ ശേഷം ആ മകളെ കവിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്കൊരു പുത്രിയുണ്ടായി. കവി പറയുന്ന ശുക്രനെയാണ്. കാവ്യസുധ എന്ന് പറയും. പിന്നെ ശുക്രനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവർക്കൊരു കുട്ടി ഉണ്ടായി. ദേവയാനി എന്ന് പേര് വിട്ടു. അങ്ങനെ സുഖമായി അവർ രാജ്യം ഭരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ രാജാവിന് തോന്നി, മനസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് വീണ്ടും എൻ്റെ മുഖമാണ് നിങ്ങളുടെ വാക്ക് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ബ്രാഹ്മണർ എനിക്ക് അത്ര ബഹുമാനമാണ്. എൻ്റെ അംശം തന്നെയാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജാവിനെ പിന്നെ എൻ്റെ അംശമായിട്ട് പുത്രനായിട്ട് വന്ന് ഭഗവാൻ മറന്നു. ഭഗവാൻ മറന്ന സമയത്ത് പിന്നെ ആ മേരു നാവിക്ക് മേരു ദേവിയിലെ ഒരു പുത്രനുണ്ടായി. എൻ്റെ പേരാണ് ഋഷഭദേവൻ. ആ ഋഷഭദേവൻ പിന്നെ ഋഷഭദേവനുണ്ടായി. ഋഷഭദേവൻ ഉണ്ടാക്കി ഭരണമാണ് ഈ അടുത്ത അധ്യായം. അപ്പൊ ആ ഋഷഭദേവൻ ഉണ്ടായി. ഭഗവാനെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഋഷഭദേവന്റെ ഭരണം കൊണ്ട് പിന്നെ സ്വർഗത്തുള്ളവരൊക്കെ ഭൂമിയിൽ ആർക്കും സ്വർഗത്ത് വരണ്ട. ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രന് ഭയങ്കര അസൂയ വന്നു. എപ്പോഴും അസൂയയുടെ ദേവതയാണ് ഈ ദേവേന്ദ്രന്. അപ്പോൾ ദേവേന്ദ്രന് അസൂയ വന്നപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു, ഈ മഴ കൊണ്ടാണ് ഈ ആദ്യത്തെ ഇത്ര സമ്പത്തുണ്ടാകുന്നത്, അതുകൊണ്ട് ഞാൻ മഴയെ ഉപയോഗിക്കില്ല. ആ ഋഷഭദേവന്റെ നാട്ടില് എന്തുണ്ടായി, പിന്നെ മഴയെ പെയ്തില്ല. അങ്ങനെ മഴ പെയ്യാതിരുന്നപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ഭഗവാൻ തൻ്റെ യോഗശക്തി വെച്ച് ഗംഭീരമായൊരു മഴ ഉണ്ടാക്കി. പിന്നെ ഋഷഭദേവന്റെ മഴ എങ്ങനെയാണെന്ന് കൃഷിസ്ഥലത്തൊക്കെ മഴ പെയ്യും. വേണ്ടാത്തടത്തൊക്കെ നമ്മൾ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്ത കഷ്ടമാണ്. ഇവിടെ മഴ പെയ്യില്ല. അത് തന്നെ കൃഷിയുള്ളവർക്കൊക്കെ മഴ പെയ്യും, പുഴയിലൊക്കെ മഴ പെയ്യും, കുളത്തിലും മഴ പെയ്യും. അങ്ങനെ ഒരു പ്രത്യേക മഴയായിരുന്നു ആ ഋഷഭദേവന്റെ മഴ. അപ്പോൾ ആൾക്ക് കുറച്ചുകൂടെ സന്തോഷമായി അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഐശ്വര്യം കൂടി നിന്നപ്പോൾ ഇന്ദ്രന് ഭയങ്കര പേടിയായി. ഓരോന്ന് വേണ്ടാത്ത ചെയ്യും, പിന്നെ പേടിക്കുകയും ചെയ്യും. ഇന്ദ്രന്റെ സ്വഭാവമാണ്. അപ്പോൾ പേടിയായിട്ട് ഇനിയിപ്പോൾ എന്താണ് ഇത് ഭഗവാനെന്ന് മനസ്സിലായി. ഭഗവാന്റെ അടുത്ത് കളിക്കാൻ ഭഗവാനാണ് തനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം തന്നിരിക്കുന്നത്. ആ സ്ഥാനത്തിരുന്ന ആളാണ് ഇപ്പം ഭഗവാനോട് കളിക്കാൻ പോയത്. ഇനിയും പണിക്കം വിചാരിച്ചെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി തൻ്റെ മകളെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു മകളുണ്ട്, ജയന്തി എന്നാ പേര്. ആ ജയന്തി അങ്ങനെ മകളെ വിവാഹം കഴിക്കുമ്പോൾ മകളെ കൊണ്ടുപോയി കൈ കൊടുത്ത് നമസ്കരിച്ചു. ശരി, എന്തായാലും ഒരു കന്യക കൊണ്ടുവന്നില്ല, എന്തായാലും കല്യാണം കഴിക്കുന്നത് വെച്ചേക്കാം. ഭഗവാൻ എന്ത് ചെയ്തു, ഋഷഭദേവൻ ആ ജയന്തിയെ വിവാഹം കഴിച്ചു. ആ ജയന്തിയിലെ അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ട്. അതിൽ മൂത്ത 5 പേര് ഭരതൻ. ബാക്കി 99 പേരിൽ 9 പേര് 9 വർഷത്തിൻ്റെ നാഥന്മാരായി തീർന്നു. ബാക്കി 9 പേര് നവയോഗികളായി മാറി. കവി, രവി, അന്തരീക്ഷം, ഗൗതം, വിപ്പനൻ, നാഗരഗോത്രൻ, പിന്നെ ബ്രഹ്മണൻ, ചമക്കൻ, പരപാലകൻ 9 പേര് 9 യോഗ. ആ നവയോഗയുടെ കഥ ഏകാദശത്തിൽ പറയാന്ന് പറഞ്ഞത് അപ്പം നമുക്ക് കാണാൻ അനുസരിച്ചുള്ള കഥ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, ബാക്കി 81 പേര് യജ്ഞശീല, മഹാശ്രോത്രിയ, മഹാചാരണ, കർമ്മവിദ്യ, ബ്രാഹ്മണ, ബഹു. ആ 81 പേര് ബ്രാഹ്മണരായി തീർന്നു എന്ന് പറയുന്നു. അപ്പൊ ജനിക്കുമ്പോൾ ആരെങ്കിലും ബ്രാഹ്മണരായിട്ട് ജനിക്കുന്നുണ്ടോ? ആരും ബ്രാഹ്മണരായിട്ട് ജനിക്കുന്നില്ല. പിന്നെന്താണ്, കർമ്മങ്ങളാണ് ദൈത്യമെന്ന് പേരുണ്ട് ഈ ബ്രാഹ്മണർ. അങ്ങനെയാണ് അവരുടെ പിന്നെ ശീലം കൊണ്ടും അച്ഛൻ്റെ ഉപദേശങ്ങളെ കൊണ്ടും ശ്രോത്രിയനായതുകൊണ്ടും യജ്ഞശീലമുള്ള കർമ്മം കൊണ്ട് വിശുദ്ധിയായിട്ട്, അതായത് കൂണൂലിടുക എന്നൊരു കർമ്മമുണ്ട്, അറിയാലോ അല്ലേ.